ഇപ്പൊ മേനോൻ വാൽ വെച്ച് പറയുന്നത് പ്രശ്നമല്ല കേട്ടോ. ദളിതരുടെ മൊത്ത കച്ചവടക്കാർക്ക് ചോദ്യം അച്ഛന്റെ പേര് പറഞ്ഞതിന് എന്താ കുഴപ്പം എന്ന്. മറ്റേ ജാതിവാൽ കണ്ട ഉറഞ്ഞു തള്ളുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. പണ്ട് ഈ അച്ഛന്റെ പേരും വീട്ടുപേരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറഞ്ഞു തുള്ളുന്ന കുറേ ജാതി എന്താ പറയുന്ന മഹാന്മാർ. ഇപ്പോ പിന്നെ വി ഡി സതീശൻ അച്ഛന്റെ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നു. വളരെ നല്ല ചോദ്യം. എന്നാൽ ഇത്രയും വളരെ ഇത് ആലോചിച്ച് നോക്കി. ഇവരാരും തന്നെ അഭിപ്രായങ്ങൾ പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടോ സത്യസന്ധമായിട്ടോ അല്ല. ഇവരെല്ലാം അവരുടെ ഓരോരോ ഐഡിയോളജിയും അവരുടെ പൊളിറ്റിക്കൽ പൊസിഷനും അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇത് ഉന്നയിക്കുന്ന ഒരാളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ വി ഡി സതീശനിൽ ഡി ആരാ, വി ആരാ? അതായത് ഒരാള് പറയുകയാണ്, അയാളുടെ പേര് പറയുന്നത് വി ഡി സതീശൻ. ഞാൻ പല ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എപ്പോഴും പറയാറുണ്ട്, പല എയർപോർട്ടുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ വൈകിയോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പേരല്ല വിളിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ പേരാണ് വിളിക്കുന്നത്. ഞാൻ ആലോചിക്കും, അത് എൻ്റെ അച്ഛൻ്റെ പേര് ഇംഗ്ലീഷിൽ അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മലയാളികൾക്കൊക്കെ വളരെ. ഞാൻ എങ്ങനെയാണ് കേൾക്കുന്നത്? അത് പാസ്പോർട്ടിലായാലോ അല്ലെങ്കിൽ വേറെ എവിടെ ആയാലോ അച്ഛൻ്റെ പേര് അതായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? അതെന്തിനാണ് നമ്മൾ അതിനകത്ത് കയറി ടാമ്പർ ചെയ്യുന്ന കാര്യം? അതൊരു കുറ്റമല്ലേ? നിങ്ങളുടെ അച്ഛൻ്റെ പേര് വേറെ ആക്കി കാണിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും എഴുതുക റെപ്രസെന്റ് ചെയ്യുന്ന കുറ്റമാണ്. നിങ്ങളുടെ പേരിന്റെ കാര്യം മാത്രമേ നിങ്ങളുടെ പേരിന്റെ കാര്യം പോലും നിങ്ങൾക്ക് ആരെങ്കിലും ഇട്ട് തരികയാണ്. ഇതാണ് ഈ വാലുപിടുത്തം എന്ന് പറയുന്ന ഒരു വി ഡി സതീശൻ എന്ന് പറഞ്ഞ് ഡി എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. അത് ചുരുക്കണം, അതിനുള്ള അധികാരം ഈ മകനുണ്ടോ? അച്ഛന്റെ പേരിന്റെ കൂടെ ജാതി ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യുന്നു. എങ്കിൽ പിന്നെ മൊത്തം വേണ്ടല്ലോ, കുറച്ചുകൂടി ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണേൽ ഒരു പുതിയ പേരും കൊടുക്കാം. ഇത് ആക്ച്വലി ഡോക്യുമെന്ററി ആയിട്ട് തന്നെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഒരിടത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എഴുതുകയും പറയുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു ഭൂമി വാങ്ങിക്കുക, അച്ഛൻ്റെ പേര് ഞാനിപ്പോൾ ജാതിക്കെതിരാണ്, എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ കൂടെ ജാതി പേരുണ്ട്, ഞാൻ അത് കട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങൾക്ക്. നിങ്ങൾ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നടക്കേണ്ടി വരും. സത്യപ്രതിജ്ഞ അതേ കണക്കൊരു ഔദ്യോഗികമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുറേ ആളുകൾ ഇതിനകത്ത് വാല് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ പണ്ട് വാല് പിടിച്ച് നടന്നവർ, വളരെ കൃത്യമായിട്ട് എനിക്കറിയാവുന്ന കുറേ വാല് പിടുത്തക്കാർ വി ഡി സതീശൻ്റെ ന്യായീകരണ ടീമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല കാര്യം, നടക്കട്ടെ. രണ്ടാമത്തത്, ഇതൊക്കെ വളരെ ഫ്രിവലസ് ആയിട്ടുള്ള ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഇതല്ല, നിങ്ങൾ ജാതിക്കെതിരെ പോരാടുന്നെങ്കിൽ ജാതി ഉണ്ടാക്കുന്ന ആശയ പരിസരങ്ങൾ അതിനെ തുറന്നു കാണിക്കണം, അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കണം. അല്ലാതെ ജാതി ഉപയോഗിക്കുന്നവനും ജാതിയുടെ പ്രിവിലേജും അതിൻ്റെ ഇമ്മ്യൂണിറ്റിയും വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ള ജാതികളുടെ മണ്ടയ്ക്ക് കയറുന്നവനൊന്നും ജാതി വിരുദ്ധനല്ല, അവൻ ജാതിവാദിയാണ്. ഇതിനകത്തുനിന്ന് പേരെടുത്ത് അതിനകത്ത് എന്താണ് ആഘോഷിക്കുന്നവർ തന്നെയാണ്. ഒരേ ഒരു പേര്. അല്ലേ, ഇവർ പറയുന്നതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിന്റെ കൂടെ ജാതി വെക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് എന്തോ സാമൂഹ്യപരമായ ഉന്നമനം കിട്ടും എന്നുള്ള വാദത്തിൽ നിന്നല്ലേ ഇതിനകത്ത് വരുന്നത്, എന്തോ ഒരു പ്രിവിലേജ് കിട്ടും എന്നുള്ള വാദത്തിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ആരാ പറയുന്നത്? ഞങ്ങളാ പറയുന്നത്. നിങ്ങൾ തന്നെയല്ലേ ജാതി പറയുന്നത്. ഒരാളുടെ പേരിന്റെ കൂടെ ജാതി പേരൂടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ പ്രൊമോഷൻ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്, ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു നോക്കുന്നത് അതാണ്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ചില ആളുകൾ പറയും, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാനൊരു ഇന്നാരെയാണ്, ഒരു പ്രത്യേക ജാതിയാണ്, അതുകൊണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ കല്യാണം കഴിക്കാറില്ലല്ലോ, അവരവരുടെ ജാതിയിൽ നിന്നല്ല കഴിക്കാറുള്ളൂ. ഞാൻ ജാതിയിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് പോയി താഴോട്ട് പോയി കിട്ടിയിരിക്കും, അതുകൊണ്ട് ഞാനാരാ മോൻ. അപ്പൊ ഈ താഴോട്ട് എന്ന് ഇവന്റെ മണ്ടയാണ് പറയുന്നത്. ഇവനാണ് അതിനെക്കുറിച്ച് താഴോട്ട് എന്ന് ചിന്തിക്കുന്ന അവനാണ്, അല്ലെ മേലോട്ട് എന്ന് ചിന്തിക്കുന്ന അവനാണ്. കാരണം അവനിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ ആ ബോധമുണ്ട്. ആ ബോധം വെച്ചുകൊണ്ടാണ് അവൻ നാട്ടുകാരെ മുഴുവൻ, പൊതുസമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത്. ഒരാളുടെ ഇത് പേര് കാണുമ്പം ഇതേ ആളുകൾ തന്നെ സംസാരിക്കാറുണ്ട്, എന്ത് വസ്ത്രമാണോ പ്രശ്നം
എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും ഇതേ വാലുപിടുത്തക്കാരാണ്. അപ്പോൾ ആര് പറഞ്ഞ ഈ സ്ത്രീകൾ പറയുന്നത് എന്താണ്, സ്ത്രീകളുടെ വസ്ത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത്, നീയൊക്കെ എവിടുന്ന് വരുന്നടാ വസ്ത്രം ഉള്ള, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമുണ്ടെന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. ശരിയായ കാര്യമാണ്. അത് ഇതിനകത്ത് വന്ന് ആരോപിച്ചു നോക്കും. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് ഞാൻ വളരെ സർവാത്മന അംഗീകരിച്ചു. ഈ ടീമുകളൊക്കെ ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ആരാണ് എഴുതിയിരിക്കുന്നത്? നിജ കുര്യാക്കോസ്. വെരി ഗുഡ്. ഈ ജാതിവാൽ പിടുത്തം ഞാൻ എത്രയോ ഒരു 10 വർഷത്തിന് മുമ്പിൽ ഞാൻ ഇതിനകത്ത് ഫേസ്ബുക്കിൽ തന്നെ ഇതിനെക്കുറിച്ച് പോസ്റ്റിട്ടുണ്ട്. ജാതിവാല് ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് ജാതി ബോധമില്ല. ആഹാ, എന്തൊരു നല്ല ലോജിക്ക്. ജാതിവാല് ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അയാളുടെ പേരിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അയാളുടെ അപ്പൻ്റെ കൂടെ അപ്പൂപ്പൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ ജാതിവാദി. അയ്യോ, പച്ചക്കുതിര കുതിര, പച്ച പച്ച. ഇത്രയും നിഷ്കളങ്കരായിട്ടല്ല, ഇവര് നിഷ്കളങ്കതയല്ല, മറിച്ച് ആ ഉള്ളിലുള്ള ആ വനമാണ് പ്രശ്നം. ഒരാളുടെ പേരുമല്ല, അയാളുടെ അച്ഛൻ്റെ പേര് അപ്പൂപ്പൻ്റെ പേര് പുറകോട്ട് പോയി കണ്ടുപിടിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റി കേട്ടിരുന്നു, അതിനെപ്പറ്റി 2